ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി ടൂട്ട. ഇന്നത്തെ ഒരു എപ്പിസോഡ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറേ കമൻസ് കണ്ടു ഈ ഓയിലിനൊക്കെ പറ്റിയിട്ട്. ദേഹത്ത് പുരട്ടുന്ന ഓയിലല്ല, മുടിയിൽ പുരട്ടുന്ന ഓയിൽ. അപ്പോൾ അതായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യത്തെ അച്ഛമ്മയുടെ പരാതി, ഞാൻ മുടിയിൽ എണ്ണ തേക്കുന്നില്ല എന്നുള്ളത്. അപ്പം ഇന്ന് ഓയിൽ ഞാനെല്ലാം ഉണ്ടാക്കാൻ പോകുന്നത്. ബിന്ദു ചേച്ചി ഒരു മിനിറ്റ് വരൂ. ഇതാണ് നമ്മുടെ ബിന്ദു ചേച്ചി. ഇപ്പോൾ ബിന്ദു ചേച്ചി ഇവിടെ ഞങ്ങളെ സഹായത്തിനൊക്കെ വരുന്ന ഒരു ചേച്ചിയാണ്. ഇപ്പോൾ ചേച്ചിയാണ് ഇന്ന് എണ്ണ ഉണ്ടാക്കി തരുന്നത് അല്ലേ? അപ്പം ചേച്ചിയുടെ കുറേ കൂട്ടുകളൊക്കെ ഉണ്ട്, രഹസ്യ കൂട്ടുകളൊക്കെ വെച്ചിട്ടാണ് നമ്മളിന്ന് മുടി തേക്കുന്ന എണ്ണ ഉണ്ടാക്കുന്നത്. ചേച്ചി പറയണത് ഇതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട്, അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ നമുക്കതിൻ്റെ കൂട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ. ഇനി എണ്ണയിലേക്കുള്ള കൂട്ടാണ് ഇപ്പോൾ നമ്മൾ മുമ്പിൽ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് പറയാം. അപ്പം ചേച്ചി, ഇത് തുളസിയല്ലേ? തുളസി. അപ്പോൾ ഒരു മിനിറ്റ്. ഇത് തുളസി, പിന്നെ കറിവേപ്പില, പേരയില, കിയാർനെല്ലി, പനിക്കൂർക്ക, കഞ്ഞിക്കൂർക്ക. ഞങ്ങളിവിടെ കഞ്ഞിക്കൂർക്ക എന്നാണ് പറയാം, പക്ഷെ പലയിടത്തും പനിക്കൂർക്ക എന്നും പറയാറുണ്ട്. ചെമ്പരത്തിപ്പൂവ്, ചെറിയുള്ളി അല്ലേ? ചെറിയുള്ളി. ഇതെന്താ കഞ്ഞെണ്ണ. പിന്നെ ഇത് നമ്മുടെ സ്വന്തം കറ്റാർവാഴ. മുരിങ്ങയില മുടിക്ക് നല്ലതാണ്, അച്ചമ്മ എന്ന് പറയുന്നത് കേട്ടു. ഇതെന്തായിരുന്നു? കഞ്ഞെണ്ണ അല്ല, പൂവാങ്കുറുന്നൽ. പിന്നെ നെല്ലിക്ക. പിന്നെ ഇത് കൂടാതെ നമുക്ക് ഇത് നീലാംബരി, ഇത് റോസ്മേരി, പിന്നെ ഇത് കുരുമുളകിൻ്റെ ഇലയാണ്. ഇതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. അപ്പോൾ ഇത്തരം സാധനങ്ങൾ, അതായത് ഈ ഒരു ചെറിയുള്ളിയും നെല്ലിക്കയും ഒഴിച്ച് ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് പറമ്പിൽ നിന്നൊക്കെ പറിച്ചതാണ്. പിന്നെ ഇത് രണ്ടും നമ്മൾ ആയുർവേദ കടയിൽ നിന്ന്. അപ്പം ഇത് വെച്ചിട്ട് എങ്ങനെയാണ് തലയിൽ തേക്കുന്ന മുറുക്കി എണ്ണ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഇനി ഈ എന്താ പറയുക, കൂട്ടുകളെല്ലാം നമ്മൾ ഒന്നിച്ച് അരച്ചെടുക്കണം അല്ലേ? ഇത് ആദ്യം ഈ ഇലകൾ അരയ്ക്കുക, അത് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ അരയ്ക്കണം. അപ്പം വെള്ളം ചേർക്കാതെ ഇത് അരഞ്ഞു കിട്ടുമോ? ഓരോ ഇത് എല്ലാം കൂടെ അരയ്ക്കുമ്പം അതിനകത്ത് കറ്റാർവാഴ ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഇല്ലാതെ നമുക്കിത് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും. പിന്നെ ഈ ചെമ്പരത്തി ഏറ്റവും അവസാനം അരച്ചാൽ മതി. ബാക്കി ഉള്ളി, നെല്ലിക്ക ഇതൊക്കെ അരയ്ക്കുക. ഇതൊക്കെ അരച്ചെടുത്തിട്ട് ബാക്കി നമ്മൾ മുമ്പ് എടുത്ത് വെച്ചിട്ടുള്ള എന്തായിരുന്നു അത്, നീലാംബരിയും റോസ്മേരിയും, അതൊക്കെ ആ അരച്ചയിൽ ചേർക്കണം. റോസ്മേരി പൊടിക്കണം. നീലാംബരി ഓൾറെഡി പൗഡറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എന്നിട്ട് ഈ അരപ്പിലേക്ക് നമ്മൾ കൂട്ടിച്ചേർക്കണം. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് വരാം. അങ്ങനെ കൂട്ടുകളൊക്കെ അരച്ച് കഴിഞ്ഞു, നല്ല പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പം ഇത് എൻ്റെ കയ്യിലുള്ള 2 പാത്രത്തിലും ഇലകൾ അരച്ചതിൻ്റെ പേസ്റ്റ്. പിന്നെ ഇതെന്തായിരുന്നു? നീലാംബരി ഓൾറെഡി നമുക്ക് പൗഡറാണ്. റോസ്മേരി നമ്മൾ പൊടിച്ചെടുത്തു. പിന്നെ കോക്കനട്ട് ഓയിൽ. ഇനി ഉണ്ടാക്കാൻ ചോദിച്ചേ തുടങ്ങിക്കോളൂ. നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച് വലിയൊരു ഉരുളിയൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിപ്പോൾ എത്ര 1 ലിറ്റർ? 1 ലിറ്റർ. 1 ലിറ്റർ വെളിച്ചെണ്ണ നമ്മൾ ചൂടായിട്ടിരിക്കുന്ന ഉരുളിയിലേക്ക് ഒഴിക്കണം. പിന്നെ പച്ചില അരച്ചതല്ലേ, നമ്മൾ വെള്ളം ചേർക്കാതെ, അതിനകത്തൊരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. കറ്റാർവാഴ കൂട്ടി ചേർക്കുമ്പോൾ നമുക്ക് ഈ ഒരു തിൻ പേസ്റ്റായിട്ട് കിട്ടും. നല്ല ചൂടായിട്ടിരിക്കുന്ന ഉരുളി കേട്ടോ. മറ്റേ അരപ്പോ ചേച്ചി ഇലയുടെ? നല്ല മണം വരുന്നുണ്ട് അല്ലേ?
എത്ര സമയം കഴിഞ്ഞിട്ടാണ് ഈ പൊടികൾ അവസാനമാണോ ഇടുന്നത്? ഇപ്പം ഇതൊന്ന് പാകമായി വരുമ്പോഴാണോ പൊടികൾ ഇടുക? ചേച്ചി വീട് എവിടെയാ? ബിന്ദു ചേച്ചിന് പറ, വീടൊക്കെ എവിടെയാന്ന് പറയാം. വീട് ബാലുശ്ശേരി എതിരൂർ. ബാലുശ്ശേരി എതിരൂർ വള്ളിയോട്ട്. ഇത് 1 ലിറ്ററിലേക്കുള്ളതാ. നമുക്ക് ഈ 1 ലിറ്റർ എണ്ണയിലേക്ക് എത്ര ഇങ്ങനെ ഇതിന് പാകമുണ്ടോ? എത്ര ഇലകള് അല്ലെങ്കിൽ ഒരു പിടി അങ്ങനെ ഉണ്ടോ? എത്ര ഉള്ളി എന്നൊക്കെ ഇഷ്ടം കൂടി പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമല്ലേ? അപ്പൊ എങ്ങനെയാ 1 ലിറ്റർ എണ്ണയിൽ നമുക്ക് 1 പിടി ആണ് ഈ കൂട്ടുകളൊക്കെ. തുളസിയൊക്കെ ഇച്ചിരി കൂടിയൊരു പ്രശ്നമുണ്ടോ? ഇല്ല. തുളസി എന്തൊക്കെ കൂടിയ പ്രശ്നമില്ല. തുളസി കൂടിയ പ്രശ്നമില്ല. കറിവേപ്പില കൂടിയ പ്രശ്നമില്ല. കറ്റാർവാഴ കൂടിയാലും പ്രശ്നമില്ല. ചെമ്പരത്തി പൂവ് നല്ലതാണ്. അതും കൂടിക്കഴിഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ സൂക്ഷിച്ചെടുക്കേണ്ടത്? ഇട്ടതൊക്കെ നല്ലത് തന്നെയാണ്. അല്ല, നമുക്ക് എത്ര പാകത്തിന് എന്തൊക്കെയാണ് കൂടി പോവാണ്ടിരിക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? ഏരയില കൂടരുത്, അതൊരു പിടി മതി. പിന്നെ എന്തൊക്കെയായിരുന്നു? പിയാർനെല്ലിയും 1 പിടി മതി. വേറെ ഒന്നും ഉണ്ടായിരുന്നല്ലോ? കഞ്ഞെണ്ണയുണ്ട്. കഞ്ഞെണ്ണ നല്ലതാണ്, അത് കൂടിയ കുഴപ്പമില്ല. ബാക്കി ഈ പേരയുടെ ഇലയും പിന്നെ നെല്ലിക്ക കൂടിയ പ്രശ്നമില്ല. പേരയുടെ ഇലയും വേറെ എന്തായിരുന്നു? പിയാർനെല്ലി അല്ലേ? ഇത് രണ്ടും 1 പിടി നോക്കിയാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് അളവ് കൂടി പോയി കഴിഞ്ഞാലും പ്രശ്നമില്ല. അതായത് 1 ലിറ്റർ എണ്ണയ്ക്കാട്ടോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ടില്ല. നമുക്ക് ഇതിനകത്തേക്ക് റോസ്മേരിയുടെ പൊടി പിന്നെ നീലാമ്പരി കൂടെ ചേർക്കാനുണ്ട്. ചേച്ചി വീട്ടിൽ ഇതൊക്കെയാണ് ഉണ്ടാക്കിയിട്ട് തരുന്നതാണ്. ചേച്ചിയുടെ മുടി നല്ല കട്ടിയിലായിട്ട് ഭയങ്കര ലെങ്ത് ഇല്ലെങ്കിലും അല്ലേ? നല്ല മുടി കറക്കും. മുടി കൊഴിച്ചിൽ കുറയും. പിന്നെ ഇന്നലെ എന്താ തലയിൽ പേനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയും എന്നാണ് ചേച്ചി പറഞ്ഞത്. എൻ്റെ തലയിൽ ഇല്ല, പക്ഷെ ഉള്ളവർക്ക്. എൻ്റെ തലയിൽ കുഞ്ഞിലൊക്കെ നല്ല പേനായിരുന്നു. മുടി കൊഴിച്ചിൽ കുറയും. മുടി വളരാൻ ഹെൽപ്പ് ചെയ്യുമോ? മുടി വളരാൻ ഹെൽപ്പ് ചെയ്യുന്നു. അച്ചമ്മ എന്താ പറയുക, ഞാൻ ആദ്യമായിട്ട് മുരിങ്ങയുടെ ഇല മുടുക്കി എന്താ കഴിക്കാൻ നല്ലതെന്ന് അച്ചമ്മ പറഞ്ഞിട്ട് ഞാൻ അറിയുന്നത്. അപ്പം എനിക്കത് ഭയങ്കര പുതിയൊരു അറിവായിരുന്നു. പക്ഷെ മുമ്പ് ചേച്ചിയും കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ കരിയുന്നുണ്ടോ? ഇല്ല, പച്ചക്കളർ തന്നെ. നമുക്കിത് ഏകദേശം ഈ ഇലകളൊക്കെ ഈ അരപ്പ് എപ്പോഴാണ് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അതായത് ഇങ്ങനെ ക്രിസ്പി ആവും, മുരിയുന്നുണ്ടോ? ഈ അരച്ചിട്ടുള്ള ഈ ഇലകളില്ലേ, അത് അതായത് ഈ കൂട്ട് ഇങ്ങനെ നമ്മൾ കയ്യിൽ ഇങ്ങനെ വെച്ച് നോക്കാം. കൈ പൊള്ളിക്കരുത്. അതിങ്ങനെ നോക്കിയിട്ട് അതിങ്ങനെ മുരിഞ്ഞ് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഒരു ക്രിസ്പി പോലെ കരിയാൻ പാടില്ല. എന്നാലും അതൊരു ചേട്ട പഴം ഉണങ്ങി വരുന്ന പോലെ. അതാണ്, അപ്പോഴാണ് നമ്മൾ ബാക്കി പൊടികൾ ചേർക്കേണ്ടത്. ആ സമയമാകുമ്പോൾ നമ്മൾ ബാക്കി പൊടികൾ ചേർക്കണം. എൻ്റെ കയ്യിലാക്കണ്ട, ചൂടാ പൊള്ളും. ചേച്ചീനെ പോലെ എനിക്ക് ഇത് പൊള്ളുന്നില്ല. ഇതിങ്ങനെ തൊട്ട് വെക്കുമ്പോൾ തിളച്ച എണ്ണയാണ്. പൊള്ളില്ലേ? പൊള്ളിയില്ല. അത് വിശ്വസിച്ച് ഞാൻ തൊട്ടോ പൊള്ളിയാലോ? ചേച്ചിക്ക് പൊള്ളുന്നില്ല, ഞാൻ എടുക്കുന്നില്ല. അമ്മ ഒന്ന് തൊട്ട് നോക്കണം. അമ്മ ഇലകളുടെ ഒക്കെ നമ്മൾ അരച്ചതിൻ്റെ ആ കൂട്ടിട്ടൊക്കെ വെള്ളം വറ്റണം. നന്നായി ആ വെള്ളം വറ്റണം. അത് ഇപ്പോൾ കറക്റ്റായിട്ട് ആ ഇതുകളൊന്നും വെന്തിട്ടില്ലെങ്കിൽ ആ വെള്ളം വെള്ളം കിടക്കും അല്ലേ? അതുകൊണ്ടാണ് ഇപ്പം നമ്മളിത് ചെറിയ തീയിലാണ് എന്താ പറയുക
ഇത് കാച്ചിയെടുത്ത് കാച്ചിയെടുക്കണം. ചെറിയ തീയിൽ കാച്ചിയെടുത്തുകൊണ്ടിരിക്കാം. പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് വലിയ തീയിലൊന്നും വെക്കാൻ പാടില്ല, ചെറിയ തീയിൽ. പക്ഷെ കുറച്ച് നേരമായി കാലൊക്കെ നനയ്ക്കാൻ തുടങ്ങി. ചിലപ്പോൾ ഞാൻ കുറച്ച് നേരം മാറി ഞാൻ ഇളക്കണോ? കുറച്ച് നേരം കുറേ നേരമായില്ലേ, കൈ കഴിക്കില്ല. ഞാൻ ചെയ്യാനില്ല. ഇല്ല, ഇങ്ങോട്ട് കുഴപ്പമില്ല. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഈ സൈഡിലൊക്കെ കിടക്കുന്നുണ്ടാവും. ഇത് ഉണ്ടാവും, കാണുന്നുണ്ടാവില്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും വേണം. അത് കൈ വിട്ടിട്ടുണ്ടെങ്കിൽ അടി പിടിക്കും. ചേച്ചി കുറച്ച് മുന്നിലേക്ക് ഇങ്ങനെ പോകും. കൈ വിട്ട് കഴിഞ്ഞാൽ ഇത് അടി പിടിക്കും. അതുകൊണ്ട് നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ തീയുടെ കാര്യം ഒത്തിരി വലിയ തീയിൽ വെക്കരുത്, ചെറിയ തീയിൽ വേണം നമ്മളിത് കാച്ചിക്കൊണ്ടിരിക്കാൻ. അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ പോയി എണ്ണ ഇത് മൊരിഞ്ഞ് വരും. ഈ ഇലകളൊക്കെ മൊരിഞ്ഞ് ആ സമയത്താണ് നമ്മൾ പൊടികളൊക്കെ ഇടുന്നത്. ഇത് വിചാരിച്ച പോലെ ലേസ് സാധനത്തിന് തന്നെ നല്ല വെയിറ്റ്. പക്ഷേ ഞാനിരിക്കും, കുറേ നേരം ഞാൻ നിൽക്കുന്നു. ഇനി ഇരുന്നില്ലേ കാലിൽ തീരൊക്കെ വരും. അച്ഛമ്മ മതി വയ്യാണ്ടാവൂ എന്നൊക്കെ പറയും. വാ വാ, വീഡിയോയിൽ വരില്ല. ചൂടടിക്കാൻ പാടില്ല വയറ്റിൽ. അങ്ങനെ പാടില്ല, ചൂടടിക്കരുത്. വയറ്റിൽ ചൂടടിക്കരുത്. അപ്പോൾ ഈ പണ്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പം എന്താ ചെയ്യുക? ഗർഭിണികൾ ഇങ്ങനെ നിൽക്കരുത്, വിട്ട് നിൽക്കണം. അതെ, വയറ്റിൽ ചൂടടിക്കാൻ പാടില്ല. നമ്മൾ അടുപ്പിൻ്റെ അടുത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ വിട്ട് നിന്നിട്ട് വേണം ചെയ്യാമെന്നാണ് പറയുന്നത്. ഞാൻ കുറച്ച് നേരം ഇരിക്കട്ടെ. ചേച്ചി ചെയ്തു കൈമാറുകയാണ് ഞാൻ. ആയുധം, മാമ ആയുധം. ഇനി ഇത് സമയം എടുക്കും അല്ലേ? കുറച്ച് സമയം എടുക്കും. നമ്മൾ ക്ഷമയോടെ ഇവിടെ കാത്തിരിക്കണം. ഏകദേശം അല്ലേ? ഏകദേശം അതിങ്ങനെയൊക്കെ പാകമായിട്ട് വരുന്നത്. ഈ സമയത്ത് വേണം നമ്മൾ പൊടികൾ ചേർക്കാൻ വേണ്ടി. ഏതായിരുന്നു? നീലാംബരിയും പിന്നെ റോസ്മേരിയും. നീലാംബരി ശരിക്കും നമുക്ക് കിട്ടിയത് പൊടിച്ചിട്ടുള്ള നീലാംബരി ആയുർവേദ ഷോപ്പിൽ നിന്ന് നമുക്ക് പൊടി അതിൻ്റെ കിട്ടിയ. അതല്ലാതെ അതിൻ്റെ എന്തായിരുന്നു? നീലാംബരിയുടെ ഇല. ആ ഇല കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇലകളുടെ കൂട്ടത്തിൽ അതങ്ങ് അരച്ച് ചേർത്താൽ മതി. അതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഇത് റോസ്മേരി. റോസ്മേരി. ഇപ്പം നമ്മളിപ്പോൾ റോസ്മേരിയാണ് ഇടുന്നത്. റോസ്മേരി ഏകദേശം 3 സ്പൂൺ. അതേതാ? ടീസ്പൂണല്ലേ? ടീസ്പൂണാണോ അത്? ടീസ്പൂൺ. 3 ടീസ്പൂൺ. സോറി 3 ടേബിൾ സ്പൂൺ. 3 ടേബിൾ സ്പൂൺ റോസ്മേരി, 3 ടേബിൾ സ്പൂൺ നീലാംബരി. അപ്പം എനിക്ക് നീലാംബരി ഇല കിട്ടാത്തതുകൊണ്ടാട്ടോ ഞാൻ പൊടി മേടിച്ചത്. നിങ്ങൾക്ക് ഇല കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അത് നമ്മൾ പൊടിയൊക്കെ ചേർത്തു. ഇത് ഈ 1 ലിറ്ററിനാണ് നമ്മൾ 3 ടേബിൾ സ്പൂൺ ചേർത്ത്. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ മുമ്പ് ചേർത്തിട്ടുള്ള ആ ഒരു കൂട്ടൊക്കെ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കുരുമുളകിൻ്റെ ഇല എന്തിനായിരുന്നു എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇപ്പം ലാസ്റ്റ് സ്റ്റേജാണ്. ഈ ഇല എന്താ പറയുക, ഈ എണ്ണ മൂപ്പ് കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശമൊക്കെ ഒന്നായി കഴിഞ്ഞാൽ ഈ ഇല പൊട്ടിച്ചിട്ട് നമ്മൾ ഈ എണ്ണയിലേക്ക് ഇടും. അപ്പം അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അപ്പം ഈ എണ്ണ പാകമായി. നമ്മൾ ഇത് എടുത്ത് അടുപ്പത്തു നിന്ന് എടുത്ത് മാറ്റി വെക്കണം. പിന്നെ നമുക്കിത് തിളപ്പിച്ചുകൂടാം. കറക്റ്റ് പാകമായിട്ടുണ്ടത്. ഇപ്പം നമ്മളിത് ഓൾറെഡി ഇട്ടു കേട്ടോ. ഒന്നുമില്ല, ജസ്റ്റ് നമ്മളിങ്ങനെ പൊട്ടിക്കുക, അതിനകത്തേക്ക് ഇടുക, ഇത്രയേ ഉള്ളൂ. ഉടനെ തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. കാരണം ഇനി ഇത് ഓൾറെഡി ഈ പാത്രം ചൂടായിട്ടിരിക്കുകയല്ലേ, അതായത് ഈ ഉരുളി ചൂടായിട്ടിരിക്കുകയാണ്. അത് ആ എണ്ണ അതിനകത്തിരിക്കുമ്പോൾ വീണ്ടും എണ്ണ കിടന്ന് വെന്തുകൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ട് നമ്മളത് മറ്റൊരു പാത്രത്തിലേക്ക് ഉണ്ടാക്കി എണ്ണ മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഓൾമോസ്റ്റ് കംപ്ലീറ്റായി.
നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി. ഇത് ഇനി ചൂടാറിക്കഴിഞ്ഞാൽ അത് അരിച്ചെടുക്കും. ഇതിൻ്റെ ബാക്കി ആ വേസ്റ്റല്ല, ആ ഇരിക്കുന്നത് മുഴുവൻ അരിച്ചെടുത്തിട്ട് എണ്ണ നമ്മൾ ഈ കുപ്പിയുടെ എന്തെങ്കിലും പ്ലാസ്റ്റിക് ബോട്ടിലോ കാര്യങ്ങളിലോ ആക്കാൻ പാടില്ല. ഒന്നെങ്കിൽ പൊട്ടണ കുപ്പി അല്ലെങ്കിൽ ഭരണി, അങ്ങനെയൊക്കെ നമുക്ക് ഈ എണ്ണ സ്റ്റോക്ക് ചെയ്ത് വെക്കാം. പിന്നെ കുരുമുളക് പൊടി ഇടുന്നുണ്ടോ? അതെപ്പോഴാ? കുരുമുളക് പൊടി ഇതിൻ്റെ അകത്തേക്ക് ഇടാം. നല്ല ചൂടല്ലേ? ചൂടാറിയിട്ട് അല്ല, ചൂടുണ്ട്, അതിനൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ഇടാം. ഒന്നെങ്കിൽ നമുക്ക് അടുപ്പത്ത് തന്നെ ഇടാം അല്ലേ? ഒന്നെങ്കിൽ ഈ കുരുമുളക് പൊടിച്ചിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത് ഏറ്റവും അവസാനം കുരുമുളക് പൊടി ഇടാം. അതല്ലെങ്കിൽ ഇപ്പം എണ്ണ നമ്മൾ മാറ്റുന്ന സമയത്തും എണ്ണ ചൂടായിട്ടായിരിക്കുന്നത്, കുരുമുളക് പൊടി ഇടാം. ആ കുരുമുളക് പൊടി ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്തരം സാധനങ്ങൾ നമ്മളിപ്പോൾ ചേർത്തേക്കുന്ന എല്ലാ കൂട്ടും തണുപ്പാണ്. അപ്പോൾ നമുക്ക് നീരിറക്കം കാര്യങ്ങൾ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുരുമുളക് പൊടി ചേർക്കണമെന്നേ ഉള്ളൂ. അപ്പം അതിനി ഇപ്പം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടിട്ടില്ല, നിങ്ങൾക്ക് അടുപ്പത്ത് വെച്ചിട്ടിടാം. നമ്മളിപ്പോൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചൂടെണ്ണയാണ് ആ സമയത്ത് അതിനകത്തേക്ക്. കുരുമുളക് ഞങ്ങൾ വീട്ടിൽ പൊടിച്ചിട്ടുള്ള തന്നെ. ചേച്ചി എത്ര ഇടുന്നു എന്ന് നോക്കട്ടെ. ഇതേ ഒരു പാത്രത്തിൽ ചേച്ചി ഒരു മൂടിയിൽ ഇതേ ഇത്രയും ഈ ചൂടെണ്ണയ്ക്കകത്തേക്ക് തന്നെ ഇടും. കണ്ടോ, അത് ഓൾറെഡി ചൂടായിട്ടിരിക്കുന്നതുകൊണ്ടാണ്. അപ്പം നമുക്ക് നീരിറക്കും കാര്യങ്ങളും വരാതിരിക്കാൻ കുരുമുളക് പൊടി കിട്ടും. എണ്ണയുടെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി അത് എണ്ണ ആറിയിട്ട് വേണം നമുക്ക് ബോട്ടിലേക്ക് മാറ്റാൻ. അപ്പം അതിൻ്റെ ഇടയിൽ ഇതേ എനിക്കൊരു ഗസ്റ്റ്, അമ്മയുടെ വളരെ ക്ലോസ് ഫ്രണ്ട് സഫിയ ആൻറ്റി എനിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വന്നതാണ്. ചട്ടിപ്പത്തിരിയും പിന്നെ കണ്ണ് വെച്ച പത്തിരി. ഇത് വാട്ടിയതാണ്, ഇനി ഇത് നമ്മൾ പൊരിച്ചെടുക്കണം. അപ്പം എനിക്ക് ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് വാട്ടിക്കൊണ്ടു വന്നതാണ്. അപ്പോൾ സഫീൻ്റെ താങ്ക് യു സോ മച്ച്. ഇതാട്ടോ ഇവർ എത്ര നാളത്തെ ഫ്രണ്ട്ഷിപ്പാണ്? അതായത് അമ്മ 1ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ടിട്ടുള്ള ഫ്രണ്ടാണല്ലേ? എവിടെയാണ് നിങ്ങൾ പഠിച്ചത്? അതെ, അപ്പോൾ അമ്മയുടെ നെയ്ബറും കൂടിയാണ്, വീട്ടിനടുത്ത് തന്നെയായിരുന്നു സഫിയ ആൻറ്റി, പുതിയറ. എവിടെ? ഫാമിലി ഫ്രണ്ടാണ്. ഇവർ ഒന്നിച്ച് പഠിച്ചതാണ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് അമ്മയുടെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. ഏത് സ്കൂളിലാണ് പഠിച്ചത്? സഭാ സ്കൂൾ. അപ്പം അത്രയും വർഷത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ്. ഇപ്പം എനിക്കിതേ കുറേ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നേക്കണം. അപ്പം ഞാനിതൊക്കെ കഴിച്ച് ഇനി എണ്ണ ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബോട്ടിലേക്ക് മാറ്റാം. ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു വിശേഷമുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ നാട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ എനിക്കെൻ്റെ ഫാമിലി ഫ്രണ്ട്സ്, പിന്നെ അച്ഛൻ്റെ അമ്മേൻ്റെ ഫ്രണ്ട്സും അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടാവും, ഇടയ്ക്ക് വിസിറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഓരോ നല്ല പലഹാരങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ സഫിയ ആൻറ്റി അമ്മയുടെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. നമ്മൾ ഓയിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയെന്നേ ഉള്ളൂ. ചട്ടിപ്പത്തിരി സഫിയ ആൻറ്റി കൊണ്ടുവന്ന ചട്ടിപ്പത്തിരിയൊക്കെ നമ്മൾ കഴിച്ചു. ഇയാൾ കുറച്ച് നേരമായിട്ട് എൻ്റെ കാണാണ്ട് വന്നപ്പം വിഷമിച്ചിട്ട് എൻ്റെ അടുത്തുനിന്ന് പോകണില്ല. ഞാൻ കുറച്ച് നേരം താഴെയായിരുന്നല്ലോ, ഇയാൾ റൂമിലുമായിരുന്നു. അപ്പോൾ എണ്ണയുടെ അപ്ഡേറ്റ്, ഞാൻ ശരിക്കും വിചാരിച്ചത് എണ്ണ ഇന്ന് തന്നെ നമ്മൾ ബോട്ടിലേക്ക് മാറ്റും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് മാറ്റാൻ പറ്റില്ല എന്നാണ് ബിന്ദു ചേച്ചി പറയണത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അതൊരു ദിവസം ആ എണ്ണ അങ്ങനെ തന്നെ വയ്ക്കാം. ഓക്കെ, നമുക്ക് പൊസിഷൻ ശരിയാവുന്നില്ല. ഒരു ദിവസം ആ എണ്ണ നമ്മൾ ഫിൽറ്റർ ചെയ്യാതെ, അതായത് അത് അരിച്ചെടുക്കാതെ നമ്മളത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യണം. ഇന്നാണ് എണ്ണ ഉണ്ടാക്കുന്നതെങ്കിൽ അടുത്ത ദിവസം മാത്രമാണ് അത് ഫിൽറ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മാക്സിമം അതിൻ്റെ ഇലയിട്ട്, അതായത് ഈ കൂട്ടിൻ്റെ ഉള്ളിൽ നിന്നുള്ള സത്തുക്കൾ മുഴുവനും വരാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പം ഇന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് നാളെ ഈ ഒരു എണ്ണ ഉണ്ടാക്കിയ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴാണ് നമ്മളിത് വേറൊരു ബോട്ടിലേക്ക് മാറ്റാൻ പോണത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ എടുക്കാം. ബൈ. പറഞ്ഞ പോലെ അടുത്ത ദിവസം, അതായത് ഒരു ദിവസം കംപ്ലീറ്റ്ലി ആ എണ്ണ അതിനകത്ത് തന്നെ ഇരുന്ന് അതിലെ സത്തുക്കൾ മുഴുവൻ എണ്ണയിലേക്ക് മാറിയിട്ടുണ്ടാവും. ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ തന്നെ ഫിൽറ്റർ ചെയ്ത്, ഈ ഓയിൽ ഫിൽറ്റർ ചെയ്ത് അമ്മ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാറ്റുന്ന സമയത്ത് തന്നെ അമ്മ പറഞ്ഞു, അമ്മ കുറച്ച് യൂസ് ചെയ്തു, അമ്മ അത് ഇട്ടിട്ടാണ് ഇന്ന് കുളിച്ചതെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് തലയൊക്കെ നല്ല തണുപ്പ് തോന്നുന്നു.
ഭയങ്കര ഒരു ഉറക്കവും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നു എന്നാണ് പറയണത്. ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബാക്കിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ എണ്ണ. ഇതെങ്ങനെയാണ്, ഇത് ഭയങ്കര ഡാർക്ക് കളറാണ്. ഞാനിത് കാണിച്ചു തരാം. കണ്ടോ, നല്ല കടും പച്ച കളറല്ലേ. കളർ മാത്രമല്ല, നല്ല സ്മെല്ലും ഉണ്ട്. ഇത് അമ്മ യൂസ് ചെയ്തിട്ട് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കി. അപ്പം ഞാൻ ഇത് വെച്ചിട്ട് ഒരു കുളി പാസ്സാക്കിയിട്ട് വരാം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.